ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു നാടൻ ലുക്കിലൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കാടും മലകളും ഒക്കെ താണ്ടി ഒരു ക്ഷേത്രത്തിലേക്ക്, ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത്. പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. നമ്മുടെ ശബരിമല കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അച്ചൻകോവിൽ. അത് കഴിഞ്ഞ് ആര്യങ്കാവ്, പിന്നെ കുളത്തൂപ്പുഴ. നമ്മൾ ഇന്ന് പോകുന്നത് അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്കാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ പോയത്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ക്ഷേത്ര ദർശനം ഒന്നും നടത്തിയില്ല. അപ്പോഴേ വിചാരിച്ചായിരുന്നു ഇത്തവണ വരുമ്പം കുറച്ച് ഭക്തിയൊക്കെ ആവാം എന്ന്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് തന്നെ ഒരു ക്ഷേത്രത്തിലേക്കാണ്. അതിനുശേഷമേ ഉള്ളൂ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വഴിയിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കും കേട്ടോ. അമ്മു ഹാപ്പിയാണോ? എത്രയും ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും ഉണ്ട്. അമ്മൂസ് മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ. അർച്ചനയ്ക്ക് ഇന്ന് സ്കൂളിൽ പോയേ പറ്റൂ. അസംബ്ലിക്കൊക്കെ എന്തൊക്കെയോ പ്രോഗ്രാംസ് അവിടെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ പോയി. പിന്നെ കാറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നന്ദുവിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ അവന് സ്കൂളിൽ പോകണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരാണ് വന്നേക്കുന്നത്. അച്ഛാ, കുരിശ് വരയ്ക്കുന്നു. പള്ളി ഉണ്ടോ കുരിശ് വരയ്ക്കുന്നു. ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള മനോഹരമായ ദൃശ്യങ്ങൾ. കട്ടർ കാരണം പറയുന്നതൊക്കെ വിള്ളല് വീഴും കേട്ടോ. ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് ആണേ. നല്ല പച്ചപ്പൊക്കെ. നമ്മുടെ ഇസ്രായേലിലെ കാഴ്ചകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമല്ലേ നമ്മുടെ കേരളം? ഒരുപാട് മരങ്ങളുണ്ടല്ലേ. നമുക്കിതിന്റെ വില അറിയില്ലെന്നേ ഉള്ളൂ. അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് യാത്രയ്ക്കും കാഴ്ചകൾ കാണാനൊക്കെ ഇന്ത്യയിലേക്ക് വരാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പുറത്തേക്ക് പോകാനാണ്, പുറം രാജ്യങ്ങളിൽ പോകാനാണ്. പക്ഷെ ഇവിടെ തന്നെ എന്തൊക്കെയോ കാണാനുണ്ടല്ലേ. ഇതാണ് എസ്ബൻഡ് അളവ. അയ്യോ, എസ്ബൻഡ് അഥവാ എസ് വളവ് എന്ന് പറയും ഞങ്ങൾ. എസിന്റെ ആകൃതിയിലുള്ള ഒരു റോഡാണിത്. വളഞ്ഞു പുളഞ്ഞിങ്ങനെ പോകും. ഒരു വരണ്ട കാലാവസ്ഥ. അടിപൊളി കണ്ണാടി ഒന്നല്ല. എവിടുന്ന് കിട്ടി കണ്ണാടി? എവിടുന്ന് കിട്ടി കണ്ണാടി? അല്ല, ഇതാര് വാങ്ങിച്ചോണ്ട് വന്നതാ? കൊള്ളാം കേട്ടോ. കഴിഞ്ഞ തവണ അമ്മ വാങ്ങിച്ചോണ്ട് വന്നില്ലേ ഇത്? അപ്പൊ വെറുതെ വാങ്ങിച്ചോണ്ട് വരുന്നില്ലേ? ആരെ വാങ്ങിക്കുന്നത് ഒരു ഓർമ്മയില്ലയോ? അമ്മയില്ലേ എത്ര കണ്ണാടി വാങ്ങിച്ചോണ്ട് വന്ന് കഴിഞ്ഞ വർഷം? അമ്മ വാങ്ങിച്ചോണ്ട് വന്നതല്ലേ കുഞ്ഞിനെ? ലെഫ്റ്റിലേക്ക് പോയ തിരുമല കോവിൽ, റൈറ്റിലേക്ക് പോയ അച്ചൻകോവിൽ. ഇവിടെ എന്തോ റോഡ് പണിയാണോ? തിരുമലക്കോവിൽ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. തിരുമലക്കോവിൽ ഇതെന്തോ എല്ലാം മറയ്ക്കുവാന്നല്ലോ. നല്ല സ്ഥലം. ഇതെന്താ പരുത്തിയോ? ഇതാണ് പഞ്ഞിമരം. എന്തോമ്മ പേര്? എലവ് മരം എന്നാണ് നെയ്യും. ഈ ഒരു കായ് ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോ അതിൽ നിന്ന് പഞ്ഞി എടുക്കാൻ പറ്റും. പണ്ടത്തെ ആൾക്കാരൊക്കെ തലയിണ ഉണ്ടാക്കാൻ വേണ്ടി
ഈ പഞ്ഞിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്. ഇതൊക്കെ നല്ല കറക്റ്റ് പാകത്തിനായതാട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഇത് ഒരുപാട് കാണാൻ പറ്റുന്ന മരവാ. ഇവിടെ ഫുള്ള് പഞ്ഞിമരം തന്നെയാട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന കൃഷിയാണെന്ന് തോന്നുന്നത്. ഫുള്ള് ഇവിടെ ഉണ്ട് പഞ്ഞിമരം. കറക്റ്റ് ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഫീലേ. ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ്. ഈ ഫോറസ്റ്റ് നിറയെ കാടാണ് ഗൈസ്. ഈറ ഈറ കുറച്ച് കാട്. ഇതില് രാത്രിയൊക്കെ പോകുന്ന ബൈക്കുകാരുടെ അവസ്ഥ ഇല്ലയോ ഇവിടെ താമസിക്കുന്നവരുടെ? 6 മണി കഴിഞ്ഞാൽ ആരും പോകത്തില്ല. ആനച്ചാടി പോലെ. കുഞ്ഞുങ്ങള് ദൂരെ, കുറച്ച് ദൂരെ. കുഞ്ഞുങ്ങള് ഹായ് ഹായ് കൊരങ്ങു കുഞ്ഞുങ്ങളെന്ന് അമ്മ പറയാ. അമ്മ പറ എനിക്ക് കൊരങ്ങു കുഞ്ഞിനെ വേണം. കൊരങ്ങു കുഞ്ഞിനെ എങ്ങനെ വാങ്ങിക്കും? ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല. കാറിലും വണ്ടിയിലൊന്നും അധികം സമയം ഇരിക്കുന്നത് ഇഷ്ടമല്ലെന്ന്. എന്തോ പറ്റി അനങ്ങാതെ ഇരിക്കുന്നു. അച്ഛാ കൊള്ളാവോ യാത്ര? അതെന്താന്നറിയാം, എന്റെ കൂടെ ആകുമ്പോ എന്റെ അച്ഛൻ അനങ്ങാതെ സന്തോഷമായിട്ടിരിക്കും. വേറെ ആരെങ്കിലും കൂടെ പോവാന്നെങ്കിൽ ചാടി ഇറങ്ങണമെന്നൊക്കെ തോന്നും. ഇത്രയും പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് കണ്ടോ? ഇതിലെ KSRTC ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. മയിലച്ചൻ അയച്ചോ അമ്മ മയിലമ്മ തിന്നുന്നു. വാ വാ വീട്ടിൽ പോവാ. കുംഭവരുട്ടി വാട്ടർഫോളാ. വാട്ടർഫോൾസോ? ചെങ്കോവിൽ ഫോറസ്റ്റ് ഡിവിഷൻ. അയ്യോ വറ്റി വരണ്ട് കിടക്കോടെ. ആറ്റിലൊന്നും വെള്ളമില്ല. പുലിയുണ്ടോ? ഓൺലി നല്ല സ്ഥലം അല്ലേ? ബ്യൂട്ടിഫുൾ ആന്ന് നോക്കിയേ.
എല്ലാരും ഉണ്ണിയപ്പം കഴിക്കും കേട്ടോ. പോട്ടെ. എന്റെ ദൈവമേ, ഞങ്ങൾക്ക് കാലെല്ലാം പൊള്ളു കേട്ടോ. ചെരുപ്പിടാതെ ഞങ്ങള് വണ്ടിയിൽ ചെരുപ്പൊക്കെ ഇട്ടിട്ടാ പോയത്. കാലൊക്കെ പൊള്ളിക്കൂടുന്നു. അത് കിടക്കുന്ന കണ്ടോ എങ്ങനാ? അമ്മുക്കുട്ട, ഇത് എന്തു ഇങ്ങനെ കിടക്കുന്നേ? ഇതെന്താ അമ്മുക്കുട്ട ഇങ്ങനെ കിടക്കുന്നേ? ബോധം കെട്ട് കിടക്കുന്നു. പാവം, തളർന്നു കുഞ്ഞു കേട്ടോ. കാലെല്ലാം പൊള്ളി കുഞ്ഞിന്റെ, ചക്കരക്കുട്ടന്റെ. ഇത് ഇറങ്ങണോ? ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവാ. നല്ല വിശപ്പുണ്ട്. ഒരു ക്ഷീണിച്ച് തളർന്നു പോയി. അത്രയ്ക്ക് വെയിലാണ്. വെയിൽ കാരണം, ചൂട് കാരണം ഇവിടുത്തെ പുഴകളെല്ലാം വറ്റി വരണ്ടു പോയി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ യാത്ര? നല്ല സുഖം. ഇന്നത്തെ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടു. ചുച്ചാണ്ടി ചുച്ചാണ്ടി എന്തായാലും കൊടുക്കുന്നു. അമ്മു നിന്നെ വിളിക്കുന്നടി. എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക കേട്ടോ. അയ്യോ, അവിടെ കയ്യിലൊന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്ക്. ഒരാള് മാത്രം കൊണ്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് കൂടായിരുന്നോ? എങ്ങനെ ചോദിക്കുന്നുണ്ടോ? ഗ്ലാസ് ഇട്. പക്ഷെ ഇത് അറിഞ്ഞിരുന്നേ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുന്ന. ആ ഒരു കുഞ്ഞു കുരങ്ങനെ അവിടെ ഇരുന്ന് നോക്കുന്നേ. നിങ്ങൾ കൊടുക്കത്തില്ല കേട്ടോ. ക്ഷീണിച്ചു ക്ഷീണിച്ചു. അമ്മൂന് ടൂറ് പോണം. ഇപ്പൊ ടൂറ് തീർന്ന്. ഇനി ടൂറൊന്നും ഇല്ല കേട്ടോ. കേട്ടോ അമ്മു, ടൂറൊക്കെ തീർന്നു. ഇതാണ് ടൂറ്. ഫുൾ തേക്കും കാടാണ്. പക്ഷെ എന്ത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാൻ. നേച്ചർ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഇതാ. അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? പറ, നല്ലായിരുന്നോ? വലിയ കുഴപ്പമില്ല. എന്റെ ദൈവമേ, ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എന്തൊക്കെ ചെയ്തു കൊടുത്താലും തൃപ്തികരമായിട്ട് പറയത്തില്ല. അടിപൊളിയാന്ന് പറയത്തില്ല. കുഴപ്പമില്ല, കൊള്ളാം, ഇങ്ങനെയൊക്കെ പറയൂ. എന്ത് ചെയ്യാനാ, പഴയ ആൾക്കാരായോണ്ട് നമുക്ക് ക്ഷമിക്കാം. ഇവിടുത്തെ പണ്ട് ഞങ്ങളിവിടെ വന്നപ്പോ ഫുള്ള് വെള്ളമായിരുന്നു. പക്ഷെ ഇപ്പം വെള്ളമൊക്കെ വറ്റിപ്പോയി. ഇതൊരു ആറാണേ. മൊത്തം വറ്റി കിടക്കുക. അച്ചൻകോവിൽ ആറാണിത്. പക്ഷേ കൊരങ്ങന്മാര് കളിക്കുന്ന സ്ഥലമായി. അത് കിടക്കുവാ നമ്മുടെ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാറ്, അങ്ങനെ ഉഴുന്നുവട, ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാരും ഫാമിലി ആയിട്ടൊരു 10-15 പേര് ഒരുമിച്ച് വന്നത്. അന്നേരം ഈ റോഡിൽ കൂടെ വെള്ളം പോവായിരുന്നു. അത്രയ്ക്ക് വെള്ളമായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിയേ, വെള്ളമൊന്നുമില്ല. ഈ മാർച്ച് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഇതാ കേട്ടോ. അച്ചൻകോവിൽ വരുവാണെങ്കിൽ ഏത് മാസമൊക്കെ വരണം? ഇവിടെ മഴക്കാലം,
ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വരുവാണെങ്കിൽ റോസാപ്പൂവൻ മാസമായിരിക്കും. ഭയങ്കര വൃത്തികേടും. ജൂൺ ഇവിടെ ഈ ഒരു ഏരിയയില് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ശബരിമല സീസണിൽ ഭയങ്കര മഞ്ഞ. ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഇപ്പൊ 2-3 റോഡുകളുണ്ട്. അതിലെ കൂടെ നമ്മൾ ഈ റോഡിൽ കൂടെ തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാം. നല്ല പക്ഷെ ഇത് ചൂട് സമയത്ത് എപ്പോഴും ഞാൻ വരുന്ന നാട്ടില്. ഇത്തവണയെങ്കിലും ഡിസംബർ ഒക്കെ കഴിഞ്ഞ് വരണമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ കാട്ടുതീയോ കാട്ടുതീ വിടർന്നു തോന്നുന്നു. ഇല്ല, അരിയിട്ട് കൂട്ടത്തെ തീ കത്തിച്ചിടും, കരിയില കരിച്ച് കളയും. അല്ലെങ്കിൽ മൊത്തം കൂടെ തീ കത്തിച്ചു വിടും ആൾക്കാർ. അതിന് ഇവിടെ അടിച്ചിട്ട് സിഗരറ്റ് കുത്തിയൊക്കെ പിടിക്കും. വെട്ടം കയറുന്നുണ്ട് അടയ്ക്കാൻ. യാത്ര കൊണ്ടുപോകണ്ട. ഇത്രയും രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു പോകുന്നതിന് തന്നെ അമ്മൂന് മതിയായി. പിന്നാണോ വയനാടൊക്കെ പോണെന്ന് പറയുന്നത്? എന്ത് ദൂരാന്നറിയോ ഇവിടുന്ന് വയനാട് പോവാൻ? എങ്ങനെ ഇങ്ങനെ പോയി ഉറങ്ങിയ വയനാടല്ല പോലെ വീട്ടിയല്ലേ ഇപ്പോഴല്ല, ഇനി പോകുമ്പോ. ഇതെന്ത് ബാഗൊക്കെ എടുത്ത് കഴുത്തി തൂക്കിയിട്ട് കഴിക്കാൻ പോവാ ബാഗ്. ഒന്നോട് പറ, വീട് എവിടെ? വീട് കാറില്ല. ഇവരെന്തിനെ കുറിച്ചാ പറയുന്നത് അറിയോ? ആനയെ കുറിച്ച്. ആന ഉറങ്ങുവോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുവോ, വെള്ളം കുടിക്കാൻ പോവോ, ഇതൊക്കെയാണ് ഒരാൾക്ക് അറിയേണ്ടത്. അപ്പൊ ഞങ്ങളുടെ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പോലാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ഉറങ്ങും. എനിക്കറിയാവില്ല ആനെ കിടന്ന് ഉറങ്ങുന്നൊക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഉച്ചമയക്കോ? നമ്മുടെ വീലത്തെ തോട്ടത്തിന്റെ അപ്പുറത്തെ 5 ആനകളൊക്കെ ഒന്നിച്ച് കിടക്കുന്നത് നല്ല തെളിക്കും. ആ സ്ഥലത്ത് അതുങ്ങൾ സുഖമായിട്ട് പകൽ അയ്യോ, ഇപ്പൊ കഴിച്ചെല്ലാം കൂടി മറിയും. ഇപ്പൊ കഴിച്ച ഫുഡെല്ലാം കൂടി വൊമിറ്റ് ചെയ്യുന്ന ലക്ഷണം. അത്രയ്ക്ക് റോഡ് വളരെ വളരെ മോശമാണ്. കാറ് ഇത്ര ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ. നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. വെയിലും മഴയും കുറുക്കന്റെ കല്യാണം. തമിഴ്നാട്ടിൽ മഴ പെയ്തു. അതുകൊണ്ട് ഇവിടം വരെ ഉള്ളു മഴ പെയ്തേ. താപ്പോട്ട് കണ്ട് വരണ്ട കിടക്കുക. പക്ഷെ എന്ത് ഭംഗിയാന്ന് നോക്കി ഇവിടുന്ന് കാണാൻ. മഞ്ഞ് അങ്ങ് നോക്കൂ. എന്റെ അമ്മൂമ്മയോ? അവിടെ ഫുള്ള് മഞ്ഞാ. കോട കോട. അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും. ദൂരെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. വെള്ള കളർ ഇരിക്കുന്നു. ആകാശോ ആ, ആകാശോടെ പെൺമയിലാണ് പീലി വിടർത്തി നിൽക്കുന്നത്. എല്ലാരും ക്ഷമിക്കുക. എനിക്ക് പെണ്ണാന്ന് തോന്നുന്നത്. ഇങ്ങോട്ട് തിരി മയില, ഇങ്ങോട്ട് തിരി. നിക്ക് നിർത്ത്. അത് തിരിയിട്ടത്. പക്ഷെ തിരിയുന്നില്ലല്ലോ. ഇത് കുഞ്ഞ അല്ല, ഇത് പെണ്ണ. അല്ല, ഇത് കുഞ്ഞ. ഭയങ്കര അങ്ങ് ജാടയാട്ടോ. ഏതിന് ഇതിന് തിരിയുന്നേ ഇല്ലേ. ഒന്ന് തിരിയുടെ ഒന്ന് കാണിട്ടറിയാണ് പീലി. ഒന്ന് ഞങ്ങള് മറ്റേ പീലി എന്നാന്ന് നോക്കാനല്ലേ വണ്ടി ഇങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാതെ. അതുകൊണ്ട് അതങ്ങനെ പേടിച്ചു പോന്നേ. ആ കണ്ട, ഇത് പെണ്ണാ. പെണ്ണ് പെണ്ണ് പെണ്ണ്. മഴ നനഞ്ഞാണ് ഉണക്കുക. ഇതാണ് മഴ നനഞ്ഞ് ഉണക്കുന്ന. എനിക്ക് മാത്രം പിടിച്ച എന്റെ പെണ്ണ ഒന്ന് ആണ് വന്ന് പെണ്ണ്. ആണ് പീലി വിടർത്തി മടുത്ത്. അപ്പൊ പെണ്ണ് വിടർത്തു. ഇവിടെ നല്ലൊരു റിസോർട്ട് ഉണ്ടല്ലേ. അടിപൊളി റിസോർട്ട്. പക്ഷെ ഇവിടെ ആള് വരുമോ? ഇത്രയും ഇവര് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ചെടികളൊക്കെ നട്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ടൊരു റിസോർട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അധികം ആളൊക്കെ ഇവിടെ വരുമെന്ന്.
ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.